ആനാ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നത്തെ യാത്രയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഐ ആം മിസ്സിസ് പോക്കറ്റ് ഇല്ല ഇന്നത്തെ യാത്രയിൽ. കാരണം ഞാനിന്ന് യാത്ര ചെയ്യുന്നത് വുമൺ മോട്ടോർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടം ലേഡി റൈഡേഴ്സിൻ്റെ ഒപ്പമാണ്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ്. കുറച്ച് നേരത്തിനകം അവരെല്ലാവരും ഇവിടെ എത്തും. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ഏകദേശം ഒരു 5:30-6 മണിയോടുകൂടി എത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ശില്പ, അവൾ എൻ്റെ ഒപ്പം കൂടെ ഇവിടെ ജോയിൻ ചെയ്തതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ നിന്ന് വന്നത്. 10-15 പേരും കൂടി എത്താനുണ്ട് നമ്മുടെ റൈഡിൽ. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് 900 കണ്ടി, വയനാട് 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഫ്ലാഗ് ഓഫ്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് ഫ്ലാഗ് ഓഫിൻ്റെ കുറച്ച് പരിപാടികളും കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം. ഫെഡ്ലോക്ക് മോട്ടോർ സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. ബ്ലോക്ക് ഉണ്ട്, പിന്നെ വെക്കേഷൻ സമയമാണ്, പിന്നെ ശബരിമല സീസണുമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ വന്നത് താമരശ്ശേരി ടൗണ് കഴിഞ്ഞ് താമരശ്ശേരി ചുരവും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കരിന്തണ്ടൻ സ്മാരകം. ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു താമരശ്ശേരി ഈ ഒരു ചുരത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ച ആളാണ് കരിന്തണ്ടൻ. അദ്ദേഹം ചിപ്പിലിത്തോട് കാടുകളിലാണ് ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ. അക്കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പൻ്റെ ആത്മാവ് ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു ചങ്ങലയുണ്ട്, അതിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. അപ്പോൾ ഏകദേശം അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മാർച്ച് മാസത്തിലെ 2ാം ഞായറാഴ്ച എല്ലാ വർഷവും കരിന്തണ്ടൻ സ്മൃതി ദിനം ആയിട്ട് ആചരിക്കുന്നു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി. കുറച്ച് ചൂടും കുറച്ച് തണുപ്പും. രാത്രി നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണെന്നാണ് പറയുന്നത്, അറിയില്ല. നമ്മൾ കടക്കാൻ പോകുന്ന ടൗൺ കൽപ്പറ്റ ടൗണിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വയനാടിൻ്റെ പ്രത്യേകത തന്നെ ഇതുപോലെ കാണുന്ന ഉയരം കൂടിയ ടവറിങ് ട്രീസ് എന്നാ പറയുക. ഉയരം കൂടിയ മരങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് വയനാട്. വയനാട് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ടവറിങ് ട്രീസ്. അതുപോലെ തന്നെ ഒരുപാട് കാടുകളും അതുപോലെ തന്നെ ഹിൽ ഏരിയ, വാട്ടർഫോൾസ്, ഇതെല്ലാം വയനാടിൻ്റെ സ്വന്തമാണ്. പിന്നെ നല്ല ക്ലൈമറ്റും. ഇതിൽ തേയിലത്തോട്ടം കാണാം. റൈറ്റ് സൈഡിൽ കുറേ കടകളാണ്. ഇപ്പോൾ മേപ്പാടി സ്കൂള്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കഴിഞ്ഞു. നമുക്കുള്ളിലേക്ക് ഒരു പോക്കറ്റ് റോഡ് പോലെ കിട്ടും. ഇതാണ് മേപ്പാടി ചൂരൽമല റോഡ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡ് കുറച്ച് സീനാണ്. സ്റ്റേ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയായിട്ട് ഒരു സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് ഇവിടെയാണ് സിപ്പ് ലൈൻ, ഹയസ്റ്റ് ഗ്രാൻഡ് സ്വിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്തിപ്പോൾ ഒരു ട്രക്കിങ്ങിനാണ് നമ്മളിപ്പോൾ പോണത്. ചെറിയൊരു ട്രക്കിംഗ്. ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല, ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ. പക്ഷേ ഇവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ഏരിയകളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എൻഡാവും. അതിനുശേഷം അതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് കിട്ടും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അവിടം വരെ നമുക്ക് ട്രാവൽ ചെയ്യാം, നടക്കാം, ആസ്വദിക്കാം എന്നാണ് പറഞ്ഞത്. നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തോട്ടെത്തി. 900 കണ്ടി സ്റ്റേ. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ്. വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഏകദേശം 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓഫ് റോഡാണ്. ബൈക്കായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരുടെ ബൈക്കും അതിലൂടെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നു. ഇനി നമ്മൾ നേരെ ഒരു ട്രക്കിങ്ങിനാണ് പോകാൻ പോണേ. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കയറി പോകണം. നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്ത് കൽപ്പറ്റയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിലൊരാളുടെ വീടുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി അതിനുശേഷം കൽപ്പറ്റ കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി, മുത്തങ്ങ വഴി ബന്ദിപ്പൂര്, ഗൂഡല്ലൂർ ഈ വഴിയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. 900 കണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി മേപ്പാടി വില്ലേജിലാണ് സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു ഹിഡൻ ഏരിയാസ് എന്നാണ് പറയുന്നത്. ഹിഡൻ ഏരിയാസ് ഇൻ ദ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ആ പാച്ച് ഓഫ് ലാൻഡ് എന്നാണ് പറയുന്നത്. 900 കണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് ഓഫ് ലാൻഡ് എന്നാണ് അർത്ഥം. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു ഫേമസ് അട്രാക്റ്റിംഗ് പോയിന്റ് ആണ്. രണ്ടാനനെ കണ്ടു. മാന് അതും കിട്ടിയേ. മാനുകൾ പിന്നെ ഈ വഴിയിൽ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊള്ളാല്ലേ ഈ വഴി. വുമൺ മോട്ടോർ സ്ക്വാഡ് ഇത് ലേഡി റൈഡേഴ്സിന് ഇവരുടെ ഒപ്പം ജോയിൻ ചെയ്ത് ഇതുപോലെയുള്ള യാത്രകൾ
ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഗ്രൂപ്പാണ്. ഇതിൻ്റെ ഫൗണ്ടർ മിസിരിയ. ആളുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഓരോ ട്രിപ്പും അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാനിവരെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒരു ട്രിപ്പിൻ്റെ ഒരു റീല് കണ്ടിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള ഇവരുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഫൗണ്ടറിൻ്റെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. ഇങ്ങനെ ബൈക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പുറകിൽ ഒരുപാട് സ്കൂട്ടി ഓടിച്ചിട്ട് ചേച്ചിമാർ വരുന്നുണ്ട്. അപ്പോൾ ഏത് വണ്ടി ആയാലും ഇവർ കൊണ്ടുപോകാൻ റെഡിയാണ്. നമ്മൾ ഫുൾ സെക്യൂർ ആണ്. വണ്ടി പോയത് ആരുടെയെങ്കിലും കേടായാലും അത്യാവശ്യം അത് ശരിയാക്കാൻ അറിയുന്നവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. പിന്നെ ബൈക്കില്ല, സ്കൂട്ടി മാത്രമേ ഉള്ളൂ എങ്കിലും ഒരുപാട് പേര് സ്കൂട്ടിയായിട്ട് വയനാട് ഈ ട്രിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ശില്പയും കൂടിയിട്ട് ഇവിടെ നിന്ന് നേരെ കോഴിക്കോട് പിടിച്ച് വീണ്ടും തൃശ്ശൂരോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് വുമൺ മോട്ടോർ സ്ക്വാഡിൻ്റെ കൂടെ റൈഡ് വരുമ്പോൾ ഉള്ളൊരു അനുഭവം. ഓക്കെ, ബൈ.